ഹായ് ഓൾ, വെൽക്കം ടു CC പ്ലസ്. ഞാൻ അനന്തു. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മെന്റൽ എബിലിറ്റിയുടെ പാർട്ട് 1 ഒരു വീഡിയോ കണ്ടിരുന്നു അല്ലെ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓരോ ടോപ്പിക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇന്ന് അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ ഇന്നും കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 5 പോർഷൻസ് നമ്മൾ എടുത്തിട്ട് അതിന്റെ എല്ലാത്തിന്റെ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ. എല്ലാവരും ഫസ്റ്റ് പാർട്ട് കാണണം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ മെന്റൽ എബിലിറ്റിയുടെ ആണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എംബഡഡ് ഫിഗേഴ്സിൽ നിന്നാണ്. നോക്കിക്കേ, നമുക്കൊരു എക്സ് തന്നിരിക്കുക അല്ലെ. ഇങ്ങനെ ഒരു ക്രോസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു ക്രോസ് നമുക്ക് തന്നു. ഇതിൽ എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കുമ്പോൾ ഓപ്ഷൻ ഡിയിൽ മാത്രം അങ്ങനെ ഒരു ക്രോസ് ഇല്ല. സോ നമ്മൾ എല്ലാവരും ആദ്യമേ ഡി എം ക്യാൻസൽ ചെയ്യും. എയും ബിയും സിയും നോക്കുവാണെങ്കിൽ എയിലുണ്ട്, ബിയിലും ഉണ്ട്, സിയിലും ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് തന്നിരിക്കുന്നതിനെ ഒന്ന് അനലൈസ് ചെയ്യുക. ഇവിടെ എന്താണ്? ഇവിടെ ഒരു ചെറിയ ആളാണ് അല്ലെ. ഒരു ചെറിയ ട്രയാങ്കിൾ പോലെ ഫോം ചെയ്യാനാണെങ്കിൽ ഇത് എന്താ? ഇങ്ങനെ ഒരു ചെറിയ ട്രയാങ്കിൾ ആണ്. ഇവിടെ എങ്ങനെയാണ് നമുക്കുള്ളത്? വലിയൊരു ട്രയാങ്കിൾ ആണ് അല്ലെ. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പോലെ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ രണ്ട് സൈഡ് ഒരേപോലെ, ഒരെണ്ണം വ്യത്യസ്തമായിട്ടാണ് നമുക്ക് അങ്ങ് കണക്കാക്കുകയാണെങ്കിൽ. പക്ഷെ ഇവിടെ എന്താ? രണ്ട് സൈഡും ഇത് മൂന്നും ഒരേപോലെ ഒരു ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഓപ്ഷൻ ബിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമാണ്. നമുക്ക് രണ്ടും ഒരേ സൈസിൽ വേണ്ട കിട്ടാൻ, ഒരേ അളവിലല്ലേ കിട്ടേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാം? ഓപ്ഷൻ ബിയോ അല്ല. ഇനി ഓപ്ഷൻ സിയിലേക്ക് നോക്കിക്കേ. ഇവിടെ നമുക്ക് വരുന്നുണ്ട് ഈ ഒരു കറക്റ്റ് ഇമേജ്. കണ്ടോ? ഈ ഒരു കറക്റ്റ് ഇമേജ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എപ്പോഴും വലുതാക്കിയായിരിക്കും തരിക കുറച്ച്. പക്ഷെ ഈ ചെറുതിൽ നിന്നായിരിക്കും, ഈ ചെറിയ ചെറിയ ഫിഗേഴ്സിൽ നിന്ന് നിങ്ങൾ അത് കണ്ടുപിടിക്കണം കേട്ടോ. ഒരിക്കലും എന്താ പറയാ, ചില ക്വസ്റ്റ്യനുകളിൽ ഇതേപോലെ വന്നില്ല എങ്കിൽ ചിലപ്പോൾ ഇതിനെ വലുതാക്കി തരും. വേറൊരു ഓപ്ഷനും ഉണ്ടാവില്ല, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരെണ്ണം ചൂസ് ചെയ്യാം. ഇത് ഇച്ചിരി കൂടെ വലുതായിട്ടോ പരന്നിരുന്നാലും കുഴപ്പമില്ല. വേറെ ഓപ്ഷനുകളൊന്നും ഇതേപോലെ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മാത്രമേ ആൻസർ ചെയ്യാവുള്ളൂ. എന്തെങ്കിലും ഒരു പോയിന്റ് അതിനകത്ത് ശ്രദ്ധിക്കാൻ ഉണ്ടാവും, എന്നിട്ടേ അവർ തരത്തുള്ളൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇവിടെ എന്താ? ഇത് വീതി കൂടുതലാണ്, ഇത്രയും ഡിസ്റ്റൻസ് നമുക്കില്ല. ഇവിടെ നമുക്ക് ചെറിയ ആൾക്കാരല്ലേ. ഇവിടെ ആണെങ്കിലോ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും. അടുത്തതിൽ വന്നപ്പോൾ അത് കറക്റ്റ് ആയിട്ട് കിട്ടി. അപ്പൊ അതൊന്ന് നിങ്ങൾ അനലൈസ് ചെയ്താൽ മതി. നമുക്ക് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എംബഡഡ് ഫിഗറിൽ തന്നെയാണ്. നോക്കിയേ, ഇങ്ങനെ ഒരു ലൈനാണ്. ഇത് നിങ്ങൾ ഇവിടുന്ന് കണ്ടുപിടിക്കണം. നോക്കിയേ, ഫസ്റ്റ് ഫിഗറിൽ നോക്കുക. ഇങ്ങനെ വരയ്ക്കാനായിട്ട് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് കിട്ടില്ല. ഓപ്ഷൻ എയിലില്ല. ഇനി ഓപ്ഷൻ ബിയിൽ നോക്കുക. ഓപ്ഷൻ ബിയിൽ നമുക്ക് എങ്ങനെയുണ്ടോ നോക്കുക. ഇവിടെ ഒരു ലൈൻ ഉണ്ട്, പക്ഷെ ഇത് ഇവിടെ സെന്ററിൽ നിന്നല്ല പോയി അവിടെ സ്റ്റക്കായി. സോ ഓപ്ഷൻ ബിയിലില്ല. ഓപ്ഷൻ സിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരെണ്ണം ഉണ്ട്, പക്ഷെ ഇത് ഇങ്ങനെ പോയി ഇങ്ങനെയാണ് വരുന്നത്. സോ ഇതല്ല, ഓപ്ഷൻ സി അല്ല. ഓപ്ഷൻ ഡിയിൽ നോക്കിക്കേ, ഇവിടെ ഒരു ലൈൻ വരുന്നുണ്ട്, നേരെ മുകളിലേക്ക് പോകുന്നു. അപ്പൊ ഏതാ നമുക്ക് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ വരുന്നത് കറക്റ്റ് ആയിട്ട്. ഈ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ ഫിഗർ എവിടെ ഒളിച്ചിരിക്കണോ എന്ന് മാത്രം നിങ്ങളൊന്ന് കണ്ടുപിടിച്ചാൽ മതി. ആൻസർ സുഖമായിട്ട് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ മിറർ ഇമേജ് ആണ്. മിറർ ഇമേജിലെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, നമുക്ക് ലെഫ്റ്റും റൈറ്റും ഉണ്ട്. റൈറ്റിലെ ആൾക്കാർ എവിടെ വരണമെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ലെഫ്റ്റിൽ വരണം. റൈറ്റിലെ ആൾക്കാര് ലെഫ്റ്റിൽ വരണം. അപ്പൊ ഈ റൈറ്റിലുള്ള ആളെ എവിടെ പ്ലേസ് ചെയ്യണം? ലെഫ്റ്റിൽ പ്ലേസ് ചെയ്യണം. ലെഫ്റ്റിലുള്ള ആൾക്കാരെ എവിടെ പ്ലേസ് ചെയ്യണം? റൈറ്റിലേക്ക് പ്ലേസ് ചെയ്യണം. നോക്കിയേ, ഇവിടെ എന്താ പറയണത്? ഈ ഒരു ലൈൻ റൈറ്റിലേക്കാണ് നിൽക്കുന്നത്, അത് ലെഫ്റ്റിലായി. ഈ ഒരു ഡിയുടെ കേർവ്ഡ് ലൈൻ റൈറ്റിലേക്ക് ഓപ്പൺ ചെയ്ത, അപ്പൊ ഇങ്ങോട്ട് വരണം, ലെഫ്റ്റിലേക്ക് ഓപ്പൺ ചെയ്ത് വരണം. ഇനി ലെഫ്റ്റിലുള്ള ആൾ എങ്ങോട്ട് പോകണം? റൈറ്റിലേക്ക്. ഇത് ലെഫ്റ്റിൽ നിന്നാണെങ്കിൽ അത് റൈറ്റിൽ നിന്ന് വരുന്നത് എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിനെ നേരെ ഇപ്പുറത്തേക്ക് എടുത്തു വെക്കും, നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുള്ളൂ. ഏത് ആൻസറാണ് നമുക്ക് വരുന്നത്? ഓപ്ഷൻ എ ആണ് കേട്ടോ വരിക. ഓപ്ഷൻ എ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓക്കെ, അതേപോലെ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള റൂൾ എന്തായിരുന്നു? ലെഫ്റ്റിലുള്ള ആൾക്കാരൊക്കെ എവിടെ പോകണം? റൈറ്റിലേക്ക് പോകണം. റൈറ്റിലുള്ള ആൾക്കാരൊക്കെ ലെഫ്റ്റിലും പോകണം. അപ്പർ പാർട്ടും ലോവർ പാർട്ടും, മുകളിലുള്ള ആൾക്കാരും താഴെയുള്ള ആൾക്കാരും എങ്ങനെയാ?
കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് നമുക്ക് മിറർ ഇമേജിൽ പഠിക്കാനുള്ള റൂള്. ഓക്കെ, അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് മിറർ ഇമേജിൽ നോക്കാം. നോക്കിയാൽ നമുക്ക് ഷെയ്ഡഡ് ഒക്കെ ആയിട്ട് തന്നിട്ടുണ്ട്. സ്ക്വയേഴ്സ് ഒക്കെ വരുമ്പോൾ അതിന് ഒരു മാറ്റമില്ല, സ്ക്വയറുകളെല്ലാം അങ്ങനെ തന്നെ, മുകളിലും താഴെയൊക്കെ അങ്ങനെ തന്നെ. ഇനി ഉള്ളിലും ഒരു സ്ക്വയറും കൂടെ ഉണ്ട്. ഇനി ഇവിടെ ഒരു ചെറിയതുണ്ട്. ഇതെവിടെയാ? കറക്റ്റ് പറയുകയാണെങ്കിൽ ഇത് ലെഫ്റ്റും ഇത് റൈറ്റും. അപ്പോൾ ഈ റൈറ്റിലാണ് ഇതിരിക്കുന്നത്. അത് ഇപ്പൊ എവിടെ വരണം? ലെഫ്റ്റിൽ വരണം. ഇവിടെ ഒന്ന്, അതിന് പുറമെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഒരെണ്ണം കൂടെ വരച്ചു. ഇനി എന്തുണ്ട്? ഇവിടെ ഒരു ഷെയ്ഡഡ് പോർഷൻ ഉണ്ട്. ഇത് എവിടെ വരണം? റൈറ്റിലുള്ള ആൾ എവിടെ വരണം? ഇത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. അപ്പൊ ഇത് എന്ത് ചെയ്യണം? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകണം. ഇങ്ങനെ വരും. ഇനി അടുത്തൊരു ഓപ്ഷൻ ആണെങ്കിലോ, ഇത് ഇവിടുന്ന് ഇങ്ങോട്ടും വരും. അപ്പൊ ഏത് ഓപ്ഷനാണ് നമുക്ക് വരിക? ഒന്ന് നോക്കിക്കേ. നമുക്ക് സിയും ഡിയും വരത്തില്ല. നമുക്ക് ആദ്യമേ കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇനിയുള്ളത് എയും ബിയും ആണ്. എയും ബിയും നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരരുത്. ഈ ബിയുടെ ഇവിടെ ചെറുതാണ്. നമ്മുടെ ഇവിടെ നോക്കിക്കേ, അതിനോട് ചേർന്ന്, ആ ഷെയ്ഡഡ് പോർഷനോട് ചേർന്നാണ് നമുക്ക് ആരിയിരിക്കുന്നത്? ഈ ഒരു സ്ക്വയറുകൾ ഇരിക്കുന്നത്. അപ്പൊ ഇതിവിടെ തെറ്റല്ലേ? ഇവിടെ സ്പേസ് ഉണ്ടല്ലോ രണ്ട് സൈഡിലും. സോ ഇത് റോങ് ആണ്. ഇവിടെ നോക്കിക്കേ, കറക്റ്റ് ആയിട്ട് സ്പേസ് ഉണ്ട്. ഒരെണ്ണം ചെറുത്, ഒരെണ്ണം വലുത്. നമ്മൾ വരച്ചേക്കണത് പോലെ കിട്ടി. അപ്പൊ നമുക്ക് ഏത് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ വരിക. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സ്പേസ് വിഷ്വലൈസേഷൻ നമ്മൾ എങ്ങനെയാ ചെയ്യാറ്? എങ്ങനെയാ ചെയ്യുന്നത്? നമ്പർ ഇട്ട് കൊടുക്കും അല്ലേ? എന്ത് ചെയ്യാം? നമ്പർ ഇട്ട് കൊടുക്കാം. 1 2 3. 1 2 3 നമ്മൾ നമ്പർ ഇട്ട് കൊടുത്തു. ഇനി എല്ലാ സ്ഥലത്തും 3 എണ്ണേ ഉള്ളൂ നോക്കിയേ. ഇവിടെ 1 2 3 4 ആയിട്ടുണ്ടല്ലേ? അപ്പൊ ഓപ്ഷൻ ബി വരത്തില്ല. ഇവിടെ 1 2 3 3 ഉണ്ട്. ഇവിടെ 1 2 3 ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. എയില് നമ്മുടെ നമ്പർ 1 എന്ന് പറഞ്ഞൊരു പോർഷൻ ഇവിടെ നമുക്ക് കിട്ടുമോ? വരയ്ക്കാനായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. 1 കിട്ടിയില്ല. സോ നമ്മൾ ക്യാൻസൽ ചെയ്തു. സി നമുക്കില്ല, അത് ഓൾറെഡി നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇനി നമുക്കുള്ള ഒരു ഓപ്ഷൻ ഏതാ? ഡി മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. നോക്കിയേ, ഈ ഒരു 1 എന്ന് പറയുന്നത് ഇവിടെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. 1. ഇനി 2 ദേ ഇവിടെയാണുള്ളത്. 3 ദേ ഇവിടെയാണുള്ളത്. അപ്പൊ നമ്പർ ഇട്ട് എപ്പോഴും സ്പേസ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ നമ്പേഴ്സ് കൊടുക്കുക. ഒന്നെങ്കിൽ 1 2 3 കൊടുക്കുക, അല്ലെങ്കിൽ ABCD കൊടുക്കുക, PQRS കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. 5 ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ 1 2 3 4 5 അല്ലെങ്കിൽ ABCDF അങ്ങനെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ കറക്റ്റ് പടം എവിടെയാണെന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എന്ത് കിട്ടും? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോ ഇതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യന് മുമ്പ് നോക്കിക്കേ. നമ്മുടെ 2024 കുട്ടികളാണ്. നിങ്ങളെക്കാൾ തൊട്ട് മുമ്പ് അവിടെ പഠിച്ചു പോയ നിങ്ങളുടെ സീനിയേഴ്സ്, ചേട്ടന്മാര് ചേച്ചിമാരെന്നൊക്കെ പറയാം അല്ലെ? അവരെന്താ ചെയ്തേ? നല്ല രീതിയിൽ പഠിച്ചു. ക്വസ്റ്റ്യനുകൾ റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തു. നിങ്ങളിപ്പോൾ ചെയ്യുന്നത്, എനിക്ക് ചില പേരൻസ് പറഞ്ഞിട്ടുള്ള അറിവാണ്. എന്താണെന്ന് വെച്ചാൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ അടച്ചു വെക്കും. ഞാൻ മെന്റൽ എബിലിറ്റി മൊത്തം ചെയ്ത് തീർത്ത അതിന് ഞാൻ ചെയ്യൂലെന്ന്. അങ്ങനെയല്ല. നിങ്ങളിപ്പോൾ ഒരു ഗൈഡ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വർക്ക്ഷീറ്റ് ബുക്ക് ഉണ്ട്. അപ്പൊ ആ വർക്ക്ഷീറ്റ് ബുക്കിലേത് 50 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻ കഴിഞ്ഞെങ്കിൽ പിന്നെ നിങ്ങൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് സ്റ്റാർട്ടിങ് മുതൽ ഒന്നും കൂടെ ചെയ്തു വരണം. അപ്പൊ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ ആ പോർഷൻ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് പഠിക്കണം. എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഫ്രീ ടൈമുകളെല്ലാം ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു ഐഡിയ ഉണ്ടല്ലോ, നമുക്കിത് എങ്ങനെ വരും, നമ്മുടെ ഫിഗർ സീരീസിലൊക്കെ എങ്ങനെ വരും, 1 3 വരും, 2 4 വരും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരണമെങ്കിൽ എന്താ? റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. പേപ്പർ ഫോൾഡിങ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഒറ്റയടിക്ക് നോക്കി അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടത്തില്ല. വരുന്ന ക്വസ്റ്റ്യൻ അതേപോലത്തെ ആയിരിക്കും. നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും വരുന്നത്. ചിലപ്പോൾ 3 എളുപ്പം വരും, ഒരെണ്ണം നല്ല ടഫായിരിക്കും. ചിലപ്പോൾ ഒരെണ്ണം എളുപ്പം ബാക്കി 3 ടഫായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്ത് പറ്റത്തുള്ളൂ? നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ അതേപോലെ കറക്റ്റ് ആയിട്ട് CC+ലെ ടീച്ചേഴ്സ് പറയുന്നത് പോലെ പഠിച്ച മിടുക്കന്മാരും മിടുക്കികളുമാണിത്. അപ്പൊ അടുത്ത പ്രാവശ്യം നിങ്ങളും ഇതേപോലെ വരണം. നല്ലപോലെ പഠിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് വരിക. അപ്പൊ നമ്മുടെ പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേഗം എൻക്വയറി എടുത്തോളുക. അവരെല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും. എന്താ പറയാ, നമുക്ക് ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേനും എല്ലാ പോർഷൻസും തീർന്ന് റിവിഷൻ ആയിട്ട് പരീക്ഷകളൊക്കെ എഴുതി അടിപൊളിയായിട്ട് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ നമ്മൾ നമ്പർ കൊടുക്കുകയാണ്. 1 2 3 4. എന്നിട്ട് നോക്കുക 4 എണ്ണം അല്ലാത്തതുണ്ടോന്ന്. 1 2 3 4 5 6. ഇവിടെ 6 എണ്ണം ഉണ്ടെന്ന് അല്ലേ? അങ്ങനെയാണോ? ഒന്ന് ചെക്ക് ചെയ്തേ. ആണോ? അടുത്തത് ഇവിടെ 1 2 3 4.
1 2 3 4 1 2 3 4. പക്ഷെ ഈ ഒരു ഫിഗർ ഇല്ല, ഇത് വരുന്നില്ല. ഇനി നമുക്ക് ഇവർ രണ്ടുപേരെ നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ഫിഗർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കി, തിരിച്ചോ എങ്ങനെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇങ്ങനെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഒരു W അതിന് ഇങ്ങനെ ഇട്ടിരിക്കുന്നു. അപ്പൊ നോക്കിക്കേ, ഇതൊരു W, അതിനെന്ത് ചെയ്തു, തിരിച്ചിങ്ങനെ ഇട്ടു. അപ്പൊ ആ ഒരു ഷേപ്പ് അവിടെ വന്നിട്ടുണ്ട്. ഇനി 2 3 2 ട്രയാങ്കിൾസ്, അത് ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. ഇനി വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ഷേപ്പാണ്, കേർവ്ഡ് ലൈൻ വെച്ചിട്ട്. അതെവിടെയാ വന്നിട്ടുള്ളത്? ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് ആൻസർ വരുന്നേ? ഓപ്ഷൻ സി. ആരും ഓപ്ഷൻ എ എടുക്കരുത്. അത് ആദ്യമേ പറഞ്ഞ പോലെ 1 2 3 4 5 6 പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് നോക്കുക, നമുക്ക് ഏതാ വരുന്നേ? ഓപ്ഷൻ സി. ഇപ്പൊ ഇതേപോലെ ഈ തന്നിരിക്കുന്നതിനെ ചിലപ്പോൾ എന്ത് ചെയ്യാം, അവർ നമുക്ക് ഇങ്ങനെയായിരിക്കും തന്നിട്ടുണ്ടാവുക. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ട് ഏത് വരുമെന്ന് നോക്കണം. എങ്കിലും മാത്രമേ ഇത് കറക്റ്റ് ഇങ്ങനെ തന്നെ വരും എന്നവർ പറയുന്നില്ല. നമുക്ക് വേണമെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ചെരിച്ച് മറിച്ച് നോക്കാം ഏത് വരും എന്ന് നമുക്ക് ചെക്ക് ചെയ്യാന്ന് മാത്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ജോമെട്രിക്കൽ ഫിഗർ കംപ്ലീഷൻ എന്നുള്ളതാണ് കേട്ടോ. ജോമെട്രിക്കൽ ഫിഗർ കംപ്ലീഷൻ എല്ലാവരും പസിൽ ചെയ്യുന്നത് പോലെ പസിൽ ഒരുമിപ്പിക്കുക അല്ലെ. അപ്പൊ ഇതൊരു സ്ക്വയർ ആയിട്ടാണ് മാറേണ്ടത്. ഇതൊരു സ്ക്വയർ ആയിട്ട് മാറണം, സ്ക്വയർ ആയിട്ട് മാറണം. ഓക്കെ, അപ്പോ ഇതിനകത്ത് ഇവിടെ വരേണ്ട ആൾ എങ്ങനെയായിരിക്കും? നോക്കിയേ, ഇങ്ങനൊരു ഓപ്ഷൻ ആണ് വരേണ്ടത്. ഇങ്ങനൊരു ഓപ്ഷൻ ആണ് വരേണ്ടത്. താഴത്തേട്ട് ഇല്ല കേട്ടോ, ഒരു മിനിറ്റ്, ഞാൻ ഒന്നും കൂടെ റബ്ബ് ചെയ്തിട്ട് വരയ്ക്കാം. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ എവിടെയാണെന്ന് വേണം നമ്മൾ നോക്കാൻ. അപ്പോ ഓപ്ഷൻ എ നമുക്ക് വെയിറ്റിംഗിൽ വെക്കാം. ഓപ്ഷൻ ബി നോക്കിക്കേ, ഇവിടെ ഇച്ചിരി വൈഡ് ആയിട്ടുള്ള ആളാണ്. നമുക്ക് അങ്ങനെയാണോ? അല്ല, ചെറിയ ആളാണ് അല്ലെ. ഓപ്ഷൻ ബി പറ്റത്തില്ല. ഇനി ഓപ്ഷൻ സിയും നമ്മൾ അവിടെ വെയിറ്റിംഗിൽ വെക്കണു. ഇനി ഓപ്ഷൻ ഡിയും പറ്റത്തില്ല. നിങ്ങൾ എങ്ങനെ ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ സി ആണോ എന്ന് നിങ്ങൾ എങ്ങനെ തീരുമാനിക്കും? നോക്കിക്കേ, ഇവിടെ നമുക്ക് എന്താ ഹൈറ്റ് കുറവാണ്, ഇവിടെ നമുക്ക് ഹൈറ്റ് കൂടുതലാണ്. ഇവിടുത്തെ നമ്മുടെ ഫിഗറിൽ എങ്ങനെയാ ഹൈറ്റ് എങ്ങനെയുള്ള ആളാ? കൂടുതലുള്ള ആളാണ്. അപ്പൊ നമുക്ക് ഇതിൽ ഏതാളെ എടുക്കണ്ടേ? കൂടുതലുള്ള ആളെ വേണം എടുക്കാൻ കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് ആൻസർ എടുക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ വരച്ചു നോക്കുക നിങ്ങളൊന്നതേ. നമുക്കൊരു സ്ക്വയർ ആണ് വേണ്ടേ. എന്ത് വരുന്നു? ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു. ഈ ഒരു ഫിഗർ എവിടെയാണോ അതാണ് നമ്മുടെ ആൻസർ. എ അല്ല, ബിയും വരത്തില്ല. സിയിൽ എന്താ, ഇവിടെ കുറച്ച് വൈഡ് ആയി പോയി അല്ലേ, വീതി കൂടി ചെരിഞ്ഞു പോയി, സ്ലാൻഡ് ലൈൻസ് വന്നു, അത് പറ്റത്തില്ല. ഇനി ഓപ്ഷൻ ഡിയിലേക്ക് നോക്കിക്കേ, കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ? ഇവിടെ 1 2 3 സ്റ്റെപ്പായിട്ട് ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കാനായിട്ട് പറ്റും. സ്ക്വയർ മാത്രമല്ല, നമ്മളോട് എന്താ സർക്കിളിലും ചോദിക്കാം, ട്രയാങ്കിളിലും ചോദിക്കാം. ഇതിനെയൊക്കെ പാർട്സ് ആയിട്ട് എന്താ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് തരും. അതേപോലെ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് തരും. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി യോജിപ്പിക്കുക. ഇതിൽ ഏത് ഷേപ്പ് വേണേലും തരും, നിങ്ങൾ അപ്പൊ വരച്ചു നോക്കുക എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അനലോഗി എന്നാണ്. അനലോഗി എല്ലാവർക്കും അറിയാം, റിലേഷൻസ് വെച്ചിട്ടുള്ള ആളാണല്ലേ അനലോഗി. ഇവിടെ ഒരു സ്റ്റാർ തന്നിട്ടുണ്ട്, ഒരു ട്രയാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, സർക്കിൾ ഉണ്ട്. ഇപ്പുറത്തേക്ക് വന്നപ്പോ നോക്കിക്കേ, എന്തൊക്കെയാ മാറ്റം വന്നിട്ടുള്ളത്? ഈ സ്റ്റാറിനെ ഷെയ്ഡഡ് ആക്കി, എഴുതി വെക്കാം. സ്റ്റാറിനെ ഷെയ്ഡ് ചെയ്തു. ഇനി സർക്കിളും ട്രയാങ്കിളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, മാറി, 2 ആരോ ഇട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തു. ഇനി ഇവിടെയുള്ള സ്ക്വയർ ഉണ്ടല്ലോ, ഈ സ്ക്വയർ എന്തായി? 1 കുറഞ്ഞ്, അതിന്റെ സൈഡ് എന്ന് പറയുന്നത് 4 ആയിരുന്നു, അതൊന്ന് കുറഞ്ഞ് 3 ആയി. ഓക്കെ, അപ്പൊ എന്തായി? സ്ക്വയർ എന്ന് പറയുന്നത് എന്തായി? ട്രയാങ്കിൾ ആയി മാറി. ഇതാണ് അവിടുത്തെ റിലേഷൻ. ഇനി നമ്മൾ ഇത് ഇപ്പുറം എടുക്കാൻ പോവാ. നോക്കിക്കേ, എന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ഒരു ഫ്ലവർ തന്നിട്ടുണ്ട്. ഈ ഫ്ലവർ എന്ത് ചെയ്യണം? അപ്പുറം വരുമ്പോ എന്തായിട്ട് വരും? ഫ്ലവർ എന്തായിട്ട് വരും? ഷെയ്ഡഡ് ആയിട്ട് വരണം. ഈ ഫ്ലവർ ഷെയ്ഡഡ് ആയിട്ട് എല്ലാ ഓപ്ഷനിലും ഷെയ്ഡഡ് ആണ്. ഇനി ഇവിടെ ഒരു സർക്കിൾ ഷെയ്ഡും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഒരു പെന്റഗൺ കൊടുത്തിട്ടുണ്ട് തലതിരിച്ച്. അപ്പൊ ഇതെന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യണം.
ഇവര് മുകളിലേക്കും ഇയാൾ താഴത്തേക്കും വരണം അല്ലെ. അപ്പൊ സർക്കിൾ താഴെ വരുന്ന ഓപ്ഷനുകളാണ് എല്ലാം. ഇനി ഈ പെന്റഗൺ മുകളിൽ വരുമ്പോ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇവിടെ കിടന്ന് ഈ ഒരു ട്രയാങ്കിൾ ഇപ്പുറത്തേക്ക് വന്നപ്പോ അതേപോലെ തന്നെയല്ലേ. അപ്പൊ ഇത് നേരെ ഇവിടെ വരണം. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഏതാ? ഇവിടെ തിരിഞ്ഞാ വന്നിട്ടുള്ളത്, ഇവിടെയും തിരിഞ്ഞാ വന്നിട്ടുള്ളത്. ഇവിടെ രണ്ട് സ്ഥലത്തുമാണ് നേരെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതും പെന്റഗണ. പെന്റഗണ 5 സൈഡ് ഉണ്ട്. പെന്റഗണ 5 സൈഡ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്തായിരുന്നു? 4 ഉള്ളതിൽ നിന്ന് 1 കുറച്ചാണ് വരച്ചത്. അപ്പൊ ഇവിടെ 5-ൽ നിന്ന് 1 കുറയ്ക്കണം. 1 കുറയ്ക്കുമ്പോൾ 4 സൈഡുള്ള ഫിഗർ ഇതിൽ ഏതാ വരുന്നത്? ഹെക്സഗൺ ആണോ സ്ക്വയർ ആണോ? സ്ക്വയർ. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. എന്തുണ്ട്? ഷെയ്ഡഡ് പോർഷൻ ഉണ്ട്, സർക്കിൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തു. ഈ തന്നിരിക്കുന്ന ഫിഗറിനേക്കാൾ 1 കുറഞ്ഞിട്ടുള്ള ആള് എന്താ വരിക? 4 സൈഡുള്ള ആളായിരിക്കും, അത് സ്ക്വയർ ആയിരിക്കും വരിക. നമുക്ക് ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത അനലോഗിയിലാണ്. ട്രയാങ്കിള്, സ്ക്വയർ, സർക്കിള്. എന്നിട്ട് സർക്കിള് വലുതാക്കി ട്രയാങ്കിള് താഴെയും സ്ക്വയർ മേളിലും. എന്ന് വെച്ചാൽ എങ്ങനെയാ വരുന്നേ? ഈ ലാസ്റ്റ് ആളെ ഏറ്റവും അപ്പറിലേക്ക് എടുത്തു, മിഡിൽ ആള് മുകളിലേക്ക് പോയി, ആദ്യത്തെ ആള് താഴെ വന്നു. ആ സെയിം ഇത് വേണം നമ്മൾ എടുക്കാൻ. ലാസ്റ്റത്തെ ആളെ വലുതാക്കണം. ലാസ്റ്റത്തെ ആളെ വലുതാക്കി ട്രയാങ്കിള്. ഇനി നടുക്കത്തെ ആളെ മുകളിലേക്ക് കൊടുക്കണം. നടുക്കത്തെ ആളെ മുകളിൽ കൊടുത്തു. ഇനി ഏറ്റവും ആദ്യത്തെ ആളെ താഴെ കൊടുക്കണം. ഏറ്റവും ആദ്യത്തെ ആളെ താഴെ കൊടുക്കണം. അപ്പൊ നോക്കിക്കേ, ഏതാ വരുന്നേ? ഇവിടെ ട്രയാങ്കിള് വലുതായി വന്നു. അതെ, ഇവിടെ ഉണ്ട്. ട്രയാങ്കിള് വലുതായി, സർക്കിള് മുകളിൽ പോയി, സ്ക്വയർ അതിന്റെ താഴെ വന്നു. അപ്പൊ ഏതാ ആൻസർ വരുന്നേ? ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ. അപ്പൊ എല്ലാവരും മെന്റൽ എബിലിറ്റിയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല രീതിയിൽ ഇപ്പം കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ നമ്മുടെ 30 ഡേ നവോദയയുടെ 30 ഡേ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് അടിപൊളിയായിട്ട് മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് എല്ലാ ക്വസ്റ്റ്യനുകളും, ഇപ്പൊ മെന്റൽ എബിലിറ്റിയുടെ ആയാലും മാത്സിന്റെ ആയാലും, ഇപ്പൊ മെന്റൽ എബിലിറ്റിയുടെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി അടുത്തത് മാത്സിന്റെ ഇതേപോലെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്താ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ ഇത് ഇതേപോലെയാണ്. മെന്റൽ എബിലിറ്റിയുടെ ആയാൽ തന്നെ ഓഡ് മാൻ ഔട്ടിൽ ഇവിടെ ലൈൻസ് ആണ് നോക്കിയിരിക്കുന്നത്, ആന്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസ് ഒക്കെയാണ് നോക്കിയിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് എന്താ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലേ നടക്കത്തുള്ളൂ. അതിന് കുറേ മോക്ക് എക്സാമുകളൊക്കെ എഴുതി നോക്കണം. അപ്പോൾ നമുക്ക് മോക്ക് എക്സാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ പേഴ്സണൽ മെന്റർ ഉണ്ടാവും. നമ്മുടെ സിലബസ് മൊത്തം കവർ ചെയ്യും. നിങ്ങളുടെ എക്സാമിന് മുമ്പ് നിങ്ങളുടെ സിലബസ് വേണ്ട ക്രിസ്പി ആയിട്ടുള്ള എല്ലാ സിലബസുകളും നിങ്ങൾക്ക് കവർ ചെയ്ത് തരും. നമുക്ക് ഡെയിലി ലൈവ് ക്ലാസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ വർക്ക്ഷീറ്റ് ബുക്ക് ഉണ്ട്, വീക്കിലി അസസ്മെന്റ് ഉണ്ട്, മോക്ക് എക്സാം ഉണ്ട്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ എഴുതി നല്ല മിടുക്കന്മാരും മിടുക്കുകളായിട്ട് അടുത്ത വർഷം നിങ്ങൾക്ക് നവോദയയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താ? നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, നല്ല ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് നല്ല റാങ്കിൽ കയറാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സ്റ്റേ ട്യൂൺ.